അപ്പോൾ ഇതാ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഫുള്ള് ഇതാ നമ്മളെ ടെസ്ല അടക്കം ഒത്തിരി വണ്ടികളാണ്. ഇതാ നമ്മുടെ പുതിയ ടെസ്ലയുടെ മോഡലടക്കം, ടെസ്ല GMC അടക്കം പുതിയ വണ്ടി അടക്കമാണ് ഇതാ നമ്മളെ ഈ ഒരു സ്ക്രാപ്പ് യാർഡുള്ളത്. അപ്പം ഏത് വണ്ടിയുടെ ഏത് പാർട്സ് വേണമെങ്കിലും ഇതാ ഈ ഒരു ഏരിയയിൽ ഇതാ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ റെനോൾട്ടിൻ്റെ ആ ഒരു ഗിയർ നോബ് ഉണ്ടല്ലോ, ആ ഒരു നോബായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളെ ഈ ഒരു ഷോപ്പിലാണ് റെനോൾട്ട്സിൻ്റെ പാർട്സ് ഒക്കെ കിട്ടുമെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്താ പറഞ്ഞേ? അല്ല എന്താ പറഞ്ഞേ? അവിടെ ഇല്ല, മാർക്കറ്റിൻ്റെ ഉള്ളിൽ കിട്ടും. ഇത് ഫുള്ള് റെനോൾട്ടിൻ്റെ അല്ല? ആ, റെനോൾട്ട് ഓടി എല്ലാം ഉണ്ടല്ല. യെസ്. അപ്പം നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ ഒരു 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം എന്താ നമ്മളെ ജിത്തു വന്നിട്ട് ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യെസ്. അതേപോലെ തന്നെ ഇതാ നമ്മളെ പുതിയ ക്ലിനിക്കും സംരംഭങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇതാ നമ്മളെ ശ്രീക്കും വന്നിട്ട് ഒരു വെക്കേഷന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. സ്പെഷ്യലി പറയുകയാണെങ്കിൽ ജിത്തു വന്നുകൊണ്ട് ജിത്തുവിനെ കാണാൻ വേണ്ടിയിട്ട് വന്നൂല. യെസ് യെസ്, ആ സ്നേഹം. യെസ്. അപ്പൊ അടുത്തെന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ ജിത്തുവിനെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ഒരു ഷെങ്കൻ വിസ എടുത്തിട്ട് നേരെ ജർമ്മനിയിലേക്ക് പോകുന്ന പരിപാടിയാണ്. ഒക്ടോബർ വേണ്ട, ഡിസംബർ. അല്ല, ഈ പ്ലാനിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, നമ്മള് വീഡിയോ കൂടെ പറയുന്നത് ഉറപ്പ്. എന്നിട്ട് വേണം ഞങ്ങൾക്ക്, എന്നിട്ട് വിസ നമ്മൾ എടുക്കാം. അതൊന്നും ഷെങ്കൻ വിസ അപ്ലൈ ചെയ്താൽ കിട്ടുമല്ലോ അല്ല? ആ കിട്ടും. ജിത്തു ഇപ്പൊ പഠിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ജിത്തിനെ കൊണ്ടെടുക്കാം. എന്നിട്ടോ നമ്മളങ്ങോട്ടേക്ക് എടുക്കാനുള്ള വിസ എടുക്കാൻ വേണ്ടിട്ട്. അതെ അതെ. യെസ്. അങ്ങനെ ഇതാ നമ്മൾ ആ ഒരു യാർഡിൽ നിന്ന് വണ്ടി എടുത്തിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇതാ നമ്മളെ റോഡ് സൈഡിലൊക്കെ കാണുന്ന കാഴ്ചയാണിത്. ഇതാ നമ്മളെ ലാൻഡ് ക്രൂസർ, നിസാൻ പാട്രോൾ, FJ ക്രൂസർ, എന്തിന് റേഞ്ച് റോവറും, ഇന്നലെ ഇറങ്ങിയിട്ടുള്ള ടെസ്ലയും, അതേപോലെ നമ്മളെ സൈബർ ട്രക്ക് അടക്കം ഇതാ ഇവിടെ ഇതിൻ്റെ മുളക്കൊക്കെ വെച്ചത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ ബോഡി അടക്കം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റമല്ലോ അല്ലേ വണ്ടീൻ്റെ? എല്ലോ ഫുൾ സാധനം ഉണ്ട്. ഇതെന്താണ്? ഇതും ഫോർഡാണ് കേട്ടോ. ഇത് ഫുള്ള് ഫോർഡാ. ഫോർഡും ഉണ്ട്, GMC ഉണ്ട്. ആ, അമേരിക്കൻ ഉണ്ട്. അവിടെ എന്താ ഉള്ളത്? ഇത് മൊത്തം അമേരിക്കൻ ആയിരിക്കും. ഇതേതാണ്? അത് ലാൻഡ് റോവർ. ആ, ടാറ്റന്റെ. ഇത് മൊത്തം നിസാന്റെ കേട്ടോ. ഇത് മൊത്തം നിസാൻ പാട്രോളും മറ്റേ പാത്ത് ഫൈൻഡർ ഒക്കെയാണ് ഉള്ളത്. നിസാന് അവിടെ എല്ലാ ബ്രാൻഡും ഉണ്ടല്ലോ അല്ലേ? റെനോൾട്ട്. നീ എവിടെയാണ്? കിയ ഹുണ്ടായി അവര് ഒന്ന് തന്നെയാണല്ലോ. അവനും പറയാം ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ ശ്രീകു. ആ റോഡില്ലേ, ആ റോഡിന്റെ 2 സൈഡും ഉണ്ട്. അതില്ല, ഈ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ ഉള്ളിൽ കയറുന്നതായിരിക്കും നല്ല. ഓരോന്നിന്റെ ഉള്ളിൽ കയറി ഇറങ്ങാം. ചിലപ്പോ ഇതിന്റെ തന്നെ റെനോൾട്ട് കിട്ടിയാലോ. എവിടെ റെനോൾട്ട്? ആ, റെനോൾട്ടും ഗീലിയും. ഓ, ഗീലിയും. യെസ്. ആ, ഇതേപോലത്തെ റോഡ് അപ്പുറം ഞാൻ കണ്ടിന്. അതാ ഞാൻ പറഞ്ഞത്. ആ, ഹോണ്ടയുടെ താഴെ റെനോ അല്ല കാണുന്നത്? യെല്ലോ ബോർഡ് ലെഫ്റ്റ് ടോപ്പ്.
അതാ ഫ്രണ്ടില് അതാ ഹോണ്ട റെനോ. അല്ല ഹോണ്ടയും റെനോ ആയിട്ട് തോന്നുന്നു. ഇവിടുന്ന് വണ്ടി അങ്ങ് ഉണ്ടാക്കാലോ നമുക്ക്. ഇവിടുന്ന് ഏത് വണ്ടി ഉണ്ടാക്കാം? സാധനം കൊണ്ടിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ വരും. Okay guys, I guess this is the point where you get down. ആദ്യം നമ്മളവിടെ വണ്ടി വെക്കും, സേഫ് ആയിട്ട് നോക്കണം. അങ്ങനെ ഞാൻ പറ്റില്ല. ഇവിടെ വെക്കാം. ഇല്ല ഗ്യാപ്പില്ലല്ലോ. യെസ്, അങ്ങനെ ഇതാ നമ്മളിവിടെ വന്നിട്ട് ഈ റെനോളിൻ്റെയും അതേപോലെ ഹോണ്ടേൻ്റെ ഒക്കെ ഒരു ബോർഡ് കണ്ടപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാ ഹോണ്ടേൻ്റെ ഒക്കെ ബമ്പർ, ഹോണ്ട, ഫോർഡ് എല്ലാ വണ്ടിയുടെയും ബമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മിനി കൂപ്പർ. പ്രസാടാ മിനി കൂപ്പറാണോ? ഇതേത് സാധനോ? കൂപ്പറിൻ്റെ പഴയ മോഡൽ അല്ലേ? ഇതിൻ്റെ പേരറിയോടാ? ഈ കിടക്കാച്ച സാധനമാണല്ലോ. നോക്ക് നീ, കൂപ്പർ തന്നെ, പക്ഷെ ഒരു ലോങ് ആയിട്ടുള്ളൊരു വണ്ടി. പഴയ കൂപ്പറിന് ഇത്ര ലെങ്ത് ഇല്ല. ഇത്ര ലെങ്ത് ഉണ്ടോ കൂപ്പറിന്? മിനി കൂപ്പർ തന്നെ, പക്ഷെ ഇത്ര ലെങ്ത് ഇല്ല. ഈ മോഡൽ വേറെതാ, ഇത് സ്പെഷ്യൽ എഡിഷൻ അങ്ങനെ എന്തെങ്കിലും വേറെ സീരീസ് ആയിരിക്കും. നമ്പർ പ്ലേറ്റ് ഉണ്ട്, അതൊക്കെ. യെസ്, അപ്പോൾ ഇതാ വരുന്ന സമയത്ത് ഇവിടെ വേറൊരു മെയിൻ്റെനൻസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫുൾ എൻജിനൊക്കെ മാറ്റി വെക്കുന്ന സെറ്റപ്പാണ് ഇവിടെ. ഒരുപാട് വണ്ടിയുടെ എൻജിനൊക്കെ എടുത്ത് പുറത്ത് വെച്ചതൊക്കെ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം. യെസ്, അപ്പോൾ ഇത് ഇവിടെയാണ് ഇതാ നമ്മുടെ ഹോണ്ട ആൻഡ് റെനോൾട്ടിൻ്റെ ഒരു യാർഡ് വരുന്നത്. ഹോണ്ട സിവിക്. പ്രസാട്ടാ, അതിൻ്റെ ഉള്ളിൽ ഒരു ഹോണ്ട സിവിക് കണ്ടു നിങ്ങള്? ഫ്രഷ് വണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് കണ്ടു നിങ്ങള്? ആ, ഫുള്ള് പൊളിച്ചിട്ട്. ഇത് റിപ്പയറില്ലല്ലോ, പൊളിയല്ലേ? ഫുള്ള് പൊളിക്കുന്നല്ലേ? പക്ഷെ എല്ലാ എഞ്ചിനും പുറത്തുണ്ടല്ലോ മോനെ, നോക്കിങ്ങള് അല്ലേ? എല്ലാത്തിൻ്റെ എഞ്ചിൻ പുറത്തുണ്ട്. എനിക്കൊന്ന് ഫ്രഷ് വണ്ടി പൊളിച്ചെടുക്കുന്നതെന്ന് കേട്ടോ. വർക്ക്ഷോപ്പ് ഒന്നും ചാൻസ് ഇല്ല. അവിടെ കണ്ടോ എന്തുമാത്രം എഞ്ചിനാണ്? കണ്ടോ ഫുൾ എഞ്ചിനാണ് ഇങ്ങനെ കൂട്ടിയിട്ട് അതിനനുസരിച്ച് തരൂ. യെസ്, ഇതാ നമ്മളെ ലൊക്കേഷൻ ഇതല്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് ഒന്നും കൂടി മുമ്പോട്ടേക്ക് പോവാണ്. യെസ്, നീ ഓടിച്ചിനോ? ഇതേപോലെയുള്ള അങ്ങോട്ട് നമ്മളോട് ഇപ്പൊ പറഞ്ഞതാണ് തീന. ഇത് തീൻ. ആ, ഇതാ അതിന്റെ വോളിന്റെ മുകളിലതാ. എന്റെ മോനെ, ഇത് എമ്മാരി ഏരിയ ആണ്. ഇത്ര എക്സ്പെക്ട് ചെയ്തിരിക്കില്ല കേട്ടാ. ഇങ്ങനെയുള്ള ഒരു ഏരിയ അല്ല, അത് സത്യമാണ് കേട്ടാ. ഇങ്ങനത്തെ ഏരിയയും വേണം. അപ്പൊ അങ്ങനെ ടൂ അങ്ങനല്ലേ വരുവാ? ആ, ഓക്കെ. ഇതിങ്ങനെ ഫോർഡ് അങ്ങനെ 5 ഗല്ലി നമ്പർ 5. റൈറ്റും ഉണ്ട് അതേപോലെ തന്നെ കേട്ടോ. റൈറ്റിലും ലെഫ്റ്റിലും ഉണ്ട്. ഇതായിരിക്കണം 6. പക്ഷെ അവിടെ ഒന്നും 6 ഒന്നും കാണുന്നില്ലല്ലോ മോനെ. എടുത്തോ. സഫാരി
Renault left. ഇത് റെനോ യെസ്. ആടാ കോളിയോസ് Safari. അല്ല ശ്രീകു കിട്ടിക്കാച്ചി കോളിയോസ്. അതിന്റെ ബോഡി എടുത്ത് ഇനിയിട്ടാലോ നമുക്ക് എൻജിൻ ചെയ്ത് മതി. അല്ല ഇത് ഫ്രഷ് 2019 അല്ലേ? 2019 അല്ലേ ഇത്? ആ ഇതിന്റെ എൻജിൻ കിടല എൻജിൻ ആയിരിക്കും. നമുക്ക് ബോഡി മാത്രം മതി. ചോദിച്ചു നോക്കിയല്ലോ മൊത്തം ബോഡിക്ക് എത്ര വേണമെന്ന്. ഈ ബോഡി അങ്ങനെ കൊടുക്കുക, ആ ബോഡി ഇങ്ങനെ എടുക്കാം. യെസ് 2 കോളിയോസ് കിട്ടിയടാ. ഇത് കോളിയോസ് അല്ല, ആ അത് കോളിയോസ്. അപ്പൊ ഇതാ നമ്മള് നോക്കി വന്ന വണ്ടി ഇതാ നമ്മളെ കോളിയോസിന്റെ നേരെ ഒരു ഡാർക്ക് ബ്ലൂ കോളിയോസ് ഇവിടെ കാണുന്നുണ്ട്.